സക്സസ് ഫയലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് 50 സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇങ്ങനെ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് സ്വയം പരിശീലിക്കുന്നത് എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം. പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഒളിമ്പ്യൻ മിൽഖ സിംഗ് ആണ് പറക്കും സിംഗ് എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം അന്തരിച്ച വർഷം ഏതാണ്? 2021. വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആര്? വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്ന്? പ്രഗ്യാൻ റോവർ 22 ജൂലൈ 2019 പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത്. 22 ജൂലൈ 2019. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആര്? കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമൻ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സമ്പാദ് കൗമുദിയാണ്. അപ്പൊ സമ്പാദ് കൗമുദി ആരംഭിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. സമ്പാദ് കൗമുദി ഏത് ഭാഷയിലുള്ള പത്രമായിരുന്നു എന്ന് ചോദിച്ചാൽ ബംഗാളി ഭാഷയിലുള്ള പത്രമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗിയാണ്. ശ്യാം ശരൺ നേഗി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയർ ആണ് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ബാലഗംഗാധര തിലകിനെയാണ്. ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെട്ടത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോൾ ആണ്. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. എത്രാമത്തെയാണ്? 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. കേരള കായിക ദിനം ആചരിക്കുന്നത് എന്ന്? കേരള കായിക ദിനം ആചരിക്കുന്നത് എന്ന്? ഒക്ടോബർ 13 കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഒക്ടോബർ 13. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത് ആരാണ്? AK ഗോപാലനാണ്. AK ഗോപാലൻ ഏത് സത്യാഗ്രഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗുരുവായൂർ സത്യാഗ്രഹമായിട്ടാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു AK ഗോപാലൻ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിലാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര് റാഡ്ക്ലിഫ് രേഖയാണ്. റാഡ്ക്ലിഫ് രേഖ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യ പാകിസ്ഥാനാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് റാഡ്ക്ലിഫ് രേഖ. അടുത്ത ചോദ്യം,
ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലായിട്ടാണ് ബാരൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേര് എന്താണ്? സമതലങ്ങളിൽ പുതുതായിട്ട് നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഖാദർ എന്നാണ്. എക്കൽ മണ്ണ് 2 തരം, ഖാദർ, ഭങ്കർ എന്നിവ. ഖാദർ ആണ് പുതുതായിട്ട് നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ്. പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നതാണ് ഭങ്കർ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം. ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം ഏതാണ്? ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം സൂര്യനാണ്. സൂര്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 2005. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ആരാണ് അദീർത്തി ഗാന്ധി? അദീർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അദീർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മതേതരത്വം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് വായിക്കാം. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നു. മതത്തെ നിഷേധിക്കുന്നു. ഇതിൽ മതേതരത്വം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല എന്നാണ്. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. പ്രസ്താവനകൾ വായിക്കാം. 3 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. അരുണ ആസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. മാഡം ഭിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തി. പണ്ഡിത രമാഭായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. ഇതിൽ ശരി ആയവ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തകയായിരുന്നു അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെട്ടത് അരുണ ആസഫ് അലിയാണ്. ശരിയാണ്. മാഡം ഭിക്കാജി ഗാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തി. ശരിയാണ്. മാഡം ഭിക്കാജി ഗാമയാണ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ജർമ്മനിയിൽ സ്റ്റഡ്ഗട്ടിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത്. പണ്ഡിത രമാഭായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. ബോംബെയിൽ വിധവകൾക്കായിട്ട് ശാരദാ സദൻ പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. അടുത്ത ചോദ്യം. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. തന്നിരിക്കുന്നത് തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിലേക്ക് കണ്ടോൺമെന്റ് കണ്ണൂർ. ഇതിൽ ശരി അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയല്ലാത്തത്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ്. മലപ്പുറം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. ശരിയായത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്.
ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം സൈലന്റ് വാലി. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. ശരിയാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് വായിക്കാം. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിൻ ആണ്. അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. ഡ്രൈ സെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ്. അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അറ്റോമിക നമ്പർ, മാസ് നമ്പർ. അപ്പോൾ ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ ഏത് എന്ന് കമന്റ് ചെയ്യുക. അടുത്തത്, പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ ഏതെല്ലാം? പണ്ഡിറ്റ് KP കറുപ്പൻ തന്നിരിക്കുന്നത് സമത്വ സമാജം, അരയ സമാജം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ എന്നിവയാണ്. ഇതിൽ പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3, 4 എന്നിവ അരയ സമാജം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ എന്നിവ സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമിയാണ്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പ്രവേഗം. താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നു. സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ, പാസ്കൽ എന്നിവ. ഇതിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഓപ്ഷൻ ഡി പാസ്കൽ ആണ്. പാസ്കൽ എന്തിന്റെ യൂണിറ്റ് ആണ് എന്ന് കമന്റ് ചെയ്യുക. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേര് എന്ത്? പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രകീർണനം. ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏതാണ്? സ്ഥാനം മൂലം ലഭ്യമാകുന്നത് സ്ഥിതികോർജമാണ്. സ്ഥിതികോർജം. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത്? സോണാർ. അൾട്രാസോണിക് ആണ്. അൾട്രാസോണിക്. സങ്കരയിനം നെല്ലിന് ഉദാഹരണം. സങ്കരയിനം നെല്ലിന് ഉദാഹരണം അന്നപൂർണയാണ്. അന്നപൂർണ. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം. കുടിവെള്ളത്തിലൂടെ പകരുന്നത് ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ്. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയമാണ് കൈകം. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ. ഓപ്ഷൻ സി ആണ്. ഉപദ്വീപീയ പീഠഭൂമിയാണ്. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏതാണ്? ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചതാര്? ചിത്രത്തിന്റെ പേര് ഭാരതമാത. അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? 10+2+3 മാതൃകയിൽ കോത്താരി കമ്മീഷനാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. കോത്താരി കമ്മീഷൻ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ ദിനം ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഏത്? ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിച്ചത്
ലളിതകലാ അക്കാദമിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ലളിതകലാ അക്കാദമി. ചാന്നാർ ലഹള നടന്ന വർഷമേത്? ചാന്നാർ ലഹള നടന്നത് 1859 1859. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ശ്രീനാരായണ ഗുരു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ്. കെ കേളപ്പൻ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏത്? തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചത് മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയൽ. അടുത്തത് ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാര്? മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത AV കുട്ടിമാളു അമ്മയാണ്. AV കുട്ടിമാളു അമ്മ. 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്